കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂര് മത്സ്യ ഫിഷറീസിൽ നിന്നുള്ള നല്ല ഫ്രഷ് പ്രോൺസ് കൊണ്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ഗോവൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഈ ഗോവൻ ഡിഷസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു സംഭവം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും മലയാളികൾ ഉപയോഗിക്കുന്ന ആ മസാലക്കൂട്ടുകളൊക്കെ തന്നെയായിരിക്കും, സ്പൈസി ടേസ്റ്റ് ഒക്കെ തന്നെയായിരിക്കും മിക്കവാറും ഗോവൻ ഡിഷുകൾക്ക് ഉണ്ടാവുക, പ്രത്യേകിച്ച് മത്സ്യ വിഭവങ്ങൾക്ക്. അപ്പൊ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗോവൻ ഡിഷാണ് പ്രോൺ ബൽച്ചാവ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. അതായത് നമ്മുടെ സാധാരണ ചെമ്മീൻ റോസ്റ്റിന്ന് വ്യത്യാസമായിട്ട് ഇത്തിരി സ്പൈസി ആയിട്ട് ഒരു വേറിട്ടൊരു മസാലകളൊക്കെ കൂട്ടി ഉണ്ടാക്കണ ഒരു ചെമ്മീൻ റോസ്റ്റ്. അപ്പൊ പണ്ട് ഈ ഖാന ഖസാന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടിവിയില് ഷെഫ് സഞ്ജീവ് കപൂർ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ ആളുടെ തന്നെ കൊങ്കൺ കുക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ മിക്കവാറും അറിയാലോ, ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് എൻ്റെതായിട്ടൊരു ടച്ച്, അതായത് നമുക്ക് മലയാളികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടച്ച് കൊടുത്തിട്ടാണ് ഉണ്ടാക്കാറ്. നമ്മൾ മുന്നും ഒരു ഗോവൻ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പോർക്ക് വിന്താലു, അതിനും ഒരു കേരള ടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. കുറച്ച് ദിവസം ഇരിക്കുന്ന ഒരു റോസ്റ്റ് തന്നെയാണിത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും, റെസിപ്പി ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രോൺ ബൽച്ചാവ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മളിവിടെ പ്രോൺസ് എടുത്തു വെച്ചത് 1 കിലോ പ്രോൺസ്, അത് കഴുകി എന്താ പറയാ, അത് വൃത്തിയാക്കി എടുത്തപ്പോ ഏകദേശം ഒരു 600 ഗ്രാമോളം വന്നിട്ടുണ്ട്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ആരൊക്കെ വലിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നന്നായി വെള്ളം നന്നായി കളഞ്ഞിട്ട് വെക്കണം കേട്ടോ. കുറച്ചുപ്പും കുറച്ചും മഞ്ഞളും കൂടിയിട്ട് തിരുമ്പി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വലിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. അത് റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടാൽ മതി, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒരു 15 പീസ് വെളുത്തുള്ളി, ഒരു 15 വറ്റൽമുളക് വേണം. നമ്മളൊരു 12 കറിയാമ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ പീസ് കറുവാപ്പട്ട, ഒരു 2 ഇഞ്ച് ഉണ്ടാവും കറുവാപ്പട്ടയുടെ കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം വേണം. ഒരു 3 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 4 ടൊമാറ്റോ പഴുത്തത്, അത് ഇവിടെ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടുക്, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് സോൾട്ട്. പിന്നെ നമുക്ക് ഓയിൽ വേണം, അതിപ്പോ ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല, ആവശ്യത്തിന് വെള്ളം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണം. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ വറ്റൽമുളക്, ജീരകം, പിന്നെ കുറച്ച് മസാലകള്, പിന്നെ വിനീഗർ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളി ഒന്നും ഇങ്ങനെ ചോപ്പ് ചെയ്തിടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ അത് വെറുതെ ഒരു രസത്തിന് ചോപ്പ് ചെയ്തിട്ടതാ. അപ്പൊ ഒരു 10-15 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് നമ്മൾ ഈ വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. വറ്റൽമുളക് ഇല്ലെങ്കിൽ പൊടി ഇട്ടാലും മതി, പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ജീരകം കൂടുതൽ ഇടണവർക്ക് ഇടാം കേട്ടോ. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ജീരകമാണ് ഇടുന്നത്. പിന്നെ കറുവാപ്പട്ട, 12 കറിയാമ്പൂ. ബാക്കി മസാലകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വിനീഗർ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഞാൻ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പൊ ഈ ചെമ്മീനില് ഇപ്പോഴും നമ്മൾ എത്ര പിഴിഞ്ഞ് വെച്ചാലും അതിൽ വെള്ളം ഉണ്ടാവും.
അപ്പൊ ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് എടുക്കണം കേട്ടോ. അപ്പൊ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രൈ ആക്കാനല്ല പോണത്, ജസ്റ്റ് ഇതിലത്തെ വെള്ളം ഒന്ന്, നമുക്ക് ഇതിൽ എപ്പോഴും അറിയാലോ ഇടുമ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വരും. ആ വെള്ളം ഒന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കാം. അതായത് ഫ്രൈ ആക്കരുത്, നമുക്കിത് കുക്ക് ചെയ്യാനുള്ളതാണ്. ഈ വെള്ളം പോയി കഴിയുമ്പോഴാണ് പിന്നെ കുക്കായി തുടങ്ങുക കേട്ടോ ചെമ്മീൻ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഗ്രേവി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഈ വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. അപ്പൊ ഇതൊരു 30 സെക്കൻഡ്സ് മാത്രം കേട്ടോ. ആ ജസ്റ്റ് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയിണ്ടാവും. നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കണം. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കടുക് പൊട്ടി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കണം. അപ്പൊ നമ്മുടെ ചാനലില് ഒരുപാട് ഫിഷ് റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ഫിഷിന്റെ റെസിപ്പീസ്, ഞാൻ ഫിഷിന്റെ റെസിപ്പീസ് മാത്രമല്ല മറ്റു റെസിപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ. മിക്കവാറും നാടൻ രീതിയിലുള്ളതും അതുപോലെ പുറമേയുള്ള രുചികളാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതികളിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും എല്ലാവർക്കും വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഡിഷുകൾ തന്നെയാണ്. അപ്പൊ എല്ലാവരും ആ ഫിഷിന്റെ റെസിപ്പീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇനിയും പുതിയ പുതിയ റെസിപ്പികൾ നമുക്ക് ഇടാം. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റോസ്റ്റ് ഉണ്ടാക്കില്ലേ, ചെമ്മീൻ റോസ്റ്റിന്റെ ചെറിയൊരു മാറ്റം. പിന്നെ വിനീഗറിന് പകരം അവര് നമ്മുടെ ഗോവക്കാരൊഴിക്കുക ഗോവൻ ഫെനീക്കില്ലേ, അതൊക്കെ ഇതിൽ ചേർക്കണം കണ്ടിട്ടുണ്ട്. നമ്മുടെ സഞ്ജീവ് കപൂറിന്റെ റെസിപ്പിയിൽ വിനീഗർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടാ. ഒരു 2 മിനിറ്റ് കൂടിയും സോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഈ ടൊമാറ്റോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ടൊമാറ്റോ കുക്കാക്കി എടുക്കേണ്ടത് ഹൈ ഹീറ്റിൽ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ സാധാരണ ലോ ഹീറ്റിലല്ലേ നമ്മൾ, അതായത് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ചിട്ടൊക്കെയല്ലേ നമ്മൾ കുക്ക് ചെയ്യാറ്. അപ്പൊ ഇതങ്ങനെയല്ല, ഇതൊന്ന് അടച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഹൈ ഹീറ്റിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ടൊമാറ്റോ കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വേപ്പയില് കറിവേപ്പില ഇടുന്ന പോലെയൊന്നും ഇതിലിടുന്നില്ല. വേണമെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. അപ്പൊ ഈ ഡിഷില് ഞാനത് കണ്ടില്ല, അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ കറി ലീവ്സ് എടുത്ത് വെച്ചില്ല. അപ്പൊ നമ്മുടെ ടൊമാറ്റോ കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 6 തൊട്ട് 7 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ വേണ്ട തെളിഞ്ഞു വന്നു, അതുവരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണം ആ സ്പെഷ്യൽ മസാല ഇതിലേക്ക് ആഡ് ചെയ്യണം.
ഈ മസാല ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതിലൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മസാല ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോൾട്ട് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഈ മസാലയ്ക്ക് നമ്മൾ ഇതുവരെ സോൾട്ട് ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒന്ന് വല്ലാണ്ട് ഡ്രൈ ആവണം. അത് താല്പര്യമില്ലാത്തവർക്ക് ഇത്തിരി വെള്ളം വേണമെങ്കിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ നേരത്തെ അരച്ച് വെച്ച മസാലയുടെ ഇതിൽ ഇത്തിരി വെള്ളം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ അതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ ഇടാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത് ആഡ് ചെയ്യാണ്. ഇതൊരു വെറൈറ്റി അല്ലേ. നമ്മൾ സാധാരണ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര ഇവിടെ കാണില്ല അല്ലേ. ഇത് പക്ഷേ സ്പൈസിയാണ്, എന്താ പറയുക, ജ്യൂസി ആയിരിക്കും ടേസ്റ്റ്, എന്നാൽ സ്വീറ്റ് ആയിരിക്കും. ഇനി നമ്മൾ പ്രോൺസ് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു 2-3 മിനിറ്റ് വേവ് മാത്രം ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ ശരിക്കും വെന്തു എന്ന് പറയാം. ഇതിലൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ ചെമ്മീനൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ചെമ്മീൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു 30 സെക്കൻഡ്സ് എടുത്തപ്പോൾ തന്നെ ശരിക്കും കഴിക്കാവുന്ന ആ ഒരു ഇതാണ്, ആ ഒരു എന്താ പറയുക, വെന്തിട്ടാണ്. അത് കഴിഞ്ഞ് കുറേ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് കുറയും ചെയ്യും, അതേപോലെ തന്നെ റബ്ബർ പോലെയാവും ചെയ്യും. അപ്പോൾ ഇതൊരു 2 മിനിറ്റൊക്കെ മതി നമുക്ക്. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ ടേസ്റ്റ് ഇതാണ്, പാകമാണ്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാ. ഇത്രയും നേരം മതി. അപ്പോൾ ചെമ്മീനും ഇതൊക്കെ കൂടി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ആട്ടോ അതിന്. നമ്മുടെ സാധാരണ റോസ്റ്റിൽ നിന്ന് വ്യത്യാസമുള്ളൊരു സ്മെല്ല്. ഇനി ടേസ്റ്റും കൂടി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ ഇങ്ങനെ കൊതിയാവണ ഒരു ടേസ്റ്റ്. നല്ല എന്താ പറയുക, സ്പൈസി സ്വീറ്റി പഞ്ചൻറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ജ്യൂസിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഇതിപ്പോൾ അടിക്കാൻ പോവാ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ മാച്ചാവും ഉണ്ടാവും. മറ്റ് ബ്രെഡ് ഒക്കെ മാച്ചാവും. ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കിയോളൂ. ചെമ്മീനൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നതാണ്. നമ്മൾ സാധാരണ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതാണ്, ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയോളൂ. കുറച്ച് മതി കേട്ടോ ചോറുണ്ണാൻ. ഒരു എന്താ പറയുക, അത്രയും ആ ഒരു ഗ്രേവി, ഒരു തിക്കായിട്ടുള്ള ഗ്രേവി അല്ല. അപ്പോൾ അടുത്ത തവണ നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.